അസ്സലാമു അലൈക്കും. 5ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകത്തിലെ 14ാമത്തെ പേജിൽ വരുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നുലാഹിലുൽ കലിമാത്തിൽ മുലവ്വന വനത അറഫു. നിറം കൊടുത്തിരിക്കുന്ന വാക്കുകളെ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക എന്നാണ് കൊടുത്തിരിക്കുന്നത്. കൊടുത്തിരിക്കുന്ന ചിത്രം ഒരു മേശപ്പുറത്ത് ഒരു പുസ്തകം വെച്ചിരിക്കുന്നതാണ്. മേശയുടെ മുകളിൽ ഒരു പുസ്തകം വെച്ചിട്ടുണ്ട്. എൻ്റെ തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് അലത്വാവിലത്തി കിതാബ്. അലത്വാവിലത്തി കിതാബ്. ത്വാവിലത്ത് മേശ, കിതാബ് പുസ്തകം. അലാ മുകളിൽ. അലത്വാവിലത്തി മേശയുടെ മുകളിൽ കിതാബ് പുസ്തകമുണ്ട്. രണ്ടാമത്തത് തസ്ഹബു ത്വാലിബത്തു ഇലൽ മദ്റസ. തസ്ഹബു ത്വാലിബത്തു ഇലൽ മദ്റസ. ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്ന ചിത്രവും കൊടുത്തിട്ടുണ്ട്. തസ്ഹബു പോകുന്നു, അത്വാലിബത്ത് വിദ്യാർത്ഥിനി, അൽ മദ്റസ സ്കൂള്, ഇലാ ലേക്ക് സ്കൂളിലേക്ക്. തസ്ഹബു ത്വാലിബത്തു പെൺകുട്ടി പോകുന്നു, ഇലൽ മദ്റസ സ്കൂളിലേക്ക്. മൂന്നാമത്തത് ഒരു പൂന്തോട്ടത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഫിൽ ബുസ്താനി അസ്ഹാറുൻ. ഫിൽ ബുസ്താനി അസ്ഹാറുൻ. ബുസ്താന് പൂന്തോട്ടം, അസ്ഹാർ പൂക്കൾ. ഫി ഇൽ. ഫിൽ ബുസ്താനി പൂന്തോട്ടത്തിൽ, അസ്ഹാറുൻ പൂക്കളുണ്ട്. നാലാമത്തത് ഒരാൾ പള്ളിയിൽ നിന്ന് വരുന്നതാണ്. യർജിഉൽ വാലിദു മിനൽ മസ്ജിദി. യർജിഉ മടങ്ങുന്നു, അൽ വാലിദ് ഉപ്പ, അൽ മസ്ജിദ് പള്ളി. മിൻ എന്നുണ്ടല്ലോ നടുക്ക് കൊടുത്തിരിക്കുന്നത്. മിൻ എന്നാൽ നിന്ന്. മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന്. യർജിഉ മടങ്ങി വരുന്നു, അൽ വാലിദ് ഉപ്പ, മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന് മടങ്ങി വരുന്നു. ഇവിടെ നിറം കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? അലയുണ്ട്, ഇലയുണ്ട്, ഫീയുണ്ട്, മിന്നുണ്ട്. ഈ 4 നമുക്ക് നിറം കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നത്. നമുക്ക് തൊട്ട് താഴെ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. ആ ബോക്സിൽ നിറം കൊടുത്ത വാക്കുകൾ മാത്രം എടുത്ത് എഴുതാം. ഇനി അതിനോട് ചേർന്ന് വന്ന പദത്തെ നമ്മൾ അടുത്ത ബോക്സിൻ്റെ അകത്ത് എഴുതുകയാണ്. നമുക്ക് നോക്കാം. ഇവിടെ ഈ നിറം കൊടുത്തിരിക്കുന്ന വാക്കുകൾക്ക്, അക്ഷരങ്ങൾക്ക് പറയുന്നതാണ് ഹർഫുൽ ജർ. നിറം കൊടുത്ത അക്ഷരങ്ങൾക്ക് പറയുന്നത് ഹർഫുൽ ജർ. അതിന് ശേഷം വരുന്നതിന് പറയുന്നതാണ് അൽ ഇസ്മുൽ മജ്റൂർ. ഇസ്മുൽ മജ്റൂർ. നമുക്ക് ഹർഫു ജർ ഈ ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത് 4 ഏതൊക്കെയാണ് ആ 4? മിൻ, ഇല, അല, ഫി. മിൻ, ഇല, അല, ഫി. ഈ 4 ഇവയുടെ പ്രത്യേകത, ഇവ കണക്റ്റിംഗ് വേർഡ്സ് ആണ്. ഹർഫ് ജർ എന്നാണ് ഇവക്ക് പറയുന്നത്. ഇവ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സെൻറ്റൻസിൽ, ഒരു വാക്യത്തിൽ വാക്യങ്ങളെ തമ്മിൽ കണക്റ്റ് ചെയ്യാൻ, ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇവയെ ഉപയോഗിക്കുന്നത്. മേശയുടെ മുകളിൽ പുസ്തകമുണ്ട്, സ്കൂളിലേക്ക് പോകുന്നു, പൂന്തോട്ടത്തിൽ പൂക്കളുണ്ട്, പള്ളിയിൽ നിന്ന് വരുന്നു. ഇങ്ങനെ പദങ്ങളെ തമ്മിൽ കണക്റ്റ് ചെയ്തുകൊണ്ട് ഒരു വാക്യം ഉണ്ടാക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത്. ഇവയുടെ പ്രത്യേകത നമുക്കിവിടെ നോക്കിയാൽ അറിയാം. ഈ ഇസ്മുൽ മജ്റൂർ. എന്താണ് ഇസ്മുൽ മജ്റൂർ? ഹർഫ് ജറിന് തൊട്ടുടനെ വരുന്ന പദങ്ങളാണ് ഇസ്മുൽ മജ്റൂർ. അവ എപ്പോഴും ഇസ്മുകളായി. എന്താണ്? ക്രിയാപദങ്ങളൊന്നും തന്നെ അവിടെ വരികയില്ല. എന്തുമാത്രമേ വരുള്ളൂ? ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര്, സാധനത്തിൻ്റെ പേര്, ഇങ്ങനെയുള്ള ഇസ്മുകൾ മാത്രമേ അവിടെ വരികയുള്ളൂ. ആ ഇസ്മുകൾക്കുള്ള ഒരു പ്രത്യേകത നിങ്ങൾ എല്ലാത്തിലും നോക്കിയേ. ഇസ്മുൽ ഹർഫ് ജറിന് തൊട്ടുടനെയുള്ള പദങ്ങൾക്കൊക്കെ അവസാനത്തെ അക്ഷരത്തിന് കസർ കൊടുത്തത് കാണാം. ഫിൽ ബുസ്താനി, മിനൽ മസ്ജിദി, ഇങ്ങനെ നമുക്ക് കാണാം. ഹർഫ് ജറിന് തൊട്ടുടനെ വരുന്ന ഇസ്മുകൾക്ക് നിർബന്ധമായും നമ്മൾ
അവസാനത്തെ അക്ഷരത്തിന് കസർ കൊടുത്തിരിക്കണം. ഹർഫുൽ ജർ 4 നമ്മൾ പഠിക്കുന്നത്. ഇല, അല, മിൻ, ഫി. ഹർഫ് ജറിന് തൊട്ടുടനെ വരുന്ന ഇസ്മുകളെയാണ് നമ്മൾ ഇസ്മുൽ മജ്റൂർ എന്ന് പറയുന്നത്. അവയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവയുടെ അവസാനത്തിലെ അക്ഷരത്തിന് കസർ കൊടുത്തിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഹർഫ് ജറുകൾ തൊട്ടടുത്ത പേജിൽ പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. അവയുടെ അർത്ഥം നമുക്കറിയാം. മിൻ, നിന്ന്, ഫ്രം. ഇല, ലേക്ക്, ടു. മുകളിൽ, ഓൺ. ഈ അർത്ഥങ്ങൾ നമ്മൾ ആദ്യം മനസ്സിൽ ഓർത്തു വെക്കുക. അതിനുശേഷം താഴെയുള്ളവയെ നമുക്ക് പൂരിപ്പിക്കാം. ഇതിന് തന്നിരിക്കുന്ന ചിത്രം അലശജറത്തി ഉഷുൻ. അലശജറത്തി ഉഷുൻ. ഷജറത്ത് മരം, ഉഷ് കൂട്. മരത്തിന്റെ മുകളിലാണ് കൂടുള്ളത്. അപ്പൊ മുകളിൽ എന്നർത്ഥം വരുന്നതിനെ എവിടെയാണ് നമ്മൾ ചേർക്കേണ്ടത്? ഏതിനോടാണോ നമ്മൾ ചേർക്കുന്നത്? മരത്തിന്റെ മുകളിലാണ്. അലശജറത്തിയാണ്, മരത്തിന്റെ മുകളിൽ. ഏത് പദത്തിനോടാണോ ചേർക്കേണ്ടത് അത് ശ്രദ്ധിക്കുക. അതിന്റെ മുമ്പിൽ മാത്രം ഹർഫ് ജർ ചേർക്കുക. അവിടെ ഷജറത്ത് എന്ന പദത്തിന്റെ മുമ്പിൽ നമ്മൾ അല ചേർത്തപ്പോൾ സ്വാഭാവികമായിട്ടും ഷജറത്തി എന്നായി മാറുന്നു. അടുത്ത ചിത്രം നോക്കാം. അസ്സമക്ക് ഡേഷ് അൽമാ. നമ്മൾ പഠിച്ച 4 ഏതാണ് ഇവിടെ വരിക? ഈ ചിത്രം എന്താണ്? വെള്ളത്തിലാണ് മീനുള്ളത്. അസ്സമക്ക് മീന്, മാ വെള്ളം. വെള്ളത്തിൽ മീനുണ്ട്. അപ്പൊ ഇൽ എന്ന് വരുന്നത് ഏതാണ്? ഫീ ആണ്. ഫീ നമ്മൾ ഇവിടെ ചേർത്തു. അസ്സമക്കു ഫിൽ മായി. അപ്പൊ മാഇന്റെ അവസാനത്തെ അക്ഷരത്തിന് കസർ കൊടുത്തു. തൊട്ടടുത്തത് അൽ കിതാബു ഡേഷ് അത്വാവിലത്തി. മുകളിലാണ് നമ്മുടെ കിതാബ് ഉള്ളത്, മേശയുടെ മുകളിൽ. അപ്പൊ അൽ കിതാബു അലത്വാവിലത്തി. ത്വാവിലത്തിന്റെ അവസാനത്തെ അക്ഷരത്തിന് നമ്മൾ കസർ കൊടുത്തു. അടുത്തത് തർജിഉ ത്വാലിബത്തു ഡേഷ് അൽ മദ്രസ. തർജിഉ മടങ്ങി വരുന്നു. ത്വാലിബത്തു പെൺകുട്ടി, വിദ്യാർത്ഥിനി മടങ്ങി വരുന്നു. മദ്രസയിൽ നിന്ന് എന്നാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആ അർത്ഥം വരുന്നത് ഫ്രം എന്നുള്ളതാണ്. മിൻ. മിൻ എന്ന് ചേർത്തപ്പോ മദ്രസത്തിന്റെ അവസാനത്തിന് നമ്മൾ കസർ കൊടുത്തു. അടുത്തത് യസ്ഹബുൽ വലദു ഡേഷ് അൽ മൈദാൻ. കുട്ടി ബോളും കൊണ്ട് മൈതാനിലേക്ക് പോവുകയാണ്. യസ്ഹബു പോകുന്നു, അൽ വലദ് കുട്ടി മൈതാനത്തിലേക്കാണ് പോകുന്നത്, കളിസ്ഥലത്തിലേക്കാണ്. അപ്പൊ ലേക്ക്, ഇല. അപ്പൊ മൈദാൻ എന്നുള്ളതിന്റെ അവസാനത്തെ അക്ഷരത്തിന് കസർ കൊടുത്തു. ഇതിനോട് ചേർന്ന് നമുക്കൊരു കോപ്പി എഴുതാനുണ്ട്. നമ്മുടെ കൈയക്ഷരം നന്നാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ്. നുമാരിസുൽ ഹത്ത്. അതിനെ പരിശീലിക്കുക, എഴുത്ത് പരിശീലിക്കുക. അൽ മാ ഉ അഅ്ലാ മിനസ് സഹബി. അൽ മാ വെള്ളം, അഅ്ലാ അമൂല്യമാണ്, മിനസ് സഹബി സ്വർണത്തേക്കാൾ അമൂല്യമാണ്. യർജിഉൽ വാലിദു മിനൽ മസ്ജിദി. ഉപ്പ പള്ളിയിൽ നിന്ന് മടങ്ങി വരുന്നു.